എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയല്ലോടാ. നിനക്കല്ലായിരുന്ന കെട്ടാനങ്ങ് പൂതി മൂത്തുന്നത്. എടാ ഞാൻ ഇത് കല്യാണമായിട്ടാണോ ബിസിനസ് ആയിട്ടല്ലേ കണ്ടത്? അവന്റെ ഒരു പ്ലാനിങ്. ഇവിടെ കണ്ടവന്റെ ഒക്കെ കല്യാണത്തിന് എന്റെ വാപ്പായ്മ കൊടുത്തതിന് കൈ കണക്കില്ല. ഞാനൊരു 10 lakhs എങ്കിലും പിരിയുമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിഴിഞ്ഞല്ലോ എല്ലാവരും. ആ തൊട്ടിമുക്കിലെ തൊട്ടിച്ചാടി മൂത്താപ്പാട മോളുടെ കല്യാണത്തിന് ഞങ്ങൾ 25,000 രൂപ കവറിലിട്ട് തൊലിച്ചത്. എന്നിട്ട് അങ്ങേരെ എത്ര വന്നു? അപ്പൊ അതേ കവർ 251 രൂപ ഒരു കിണ്ടർജോയുടെ കളിപ്പാട്ടവും. ഓ അറുത്തായിക്ക് മസാല അയച്ചു കളഞ്ഞല്ലോടാ. പന്തൽ ജബ്ബാർ കാശിന് കൊലക്കുറ്റം ചെയ്തല്ലേ. മിക്കവാറും ഒരു കൊല നടക്കും. അവന് സ്റ്റേജിൽ അരയണം വേണോന്ന് പറഞ്ഞിട്ട് കിട്ടാനിട്ട് 2 താറാവിനെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത ആ താറാവിന്റെ ഇക്ക എന്റെ കല്യാണത്തിന് അത്ര സംഭാവന കിട്ടിയില്ല. അംബാനിയുടെ കല്യാണത്തിന് എത്ര രൂപ പിരിഞ്ഞത്? എന്റെ കണക്കൂട്ടലൊന്ന് പിഴച്ച്. എടാ പിഴച്ചോനെ ആന മുക്കുന്നുണ്ട് ആട് മുക്കരുത്. അതെന്നെ കാട്ടം കിട്ടും കവറിൽ. അതുകൊണ്ട് നാളെ എന്റെ കാട്ടം കിട്ടണം. കാശ് അത് തന്നെ. അത് ഇവിടെ എന്താ പറയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ബി ട്രേഡേഴ്സ് വരാൻ അല്പം വൈകിപ്പോയി. വരുന്ന വഴിക്ക് സിഗ്നൽ ചുമലാത്തി കിടന്നേ. അയ്യോ അതല്ല, നിങ്ങളെ പോലുള്ള പ്ലാനിംഗ് ഉള്ളവർ നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങണമായിരുന്നു. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനെ പറ്റി വലിയ ധാരണയില്ല. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് അഫോർഡബിൾ റേറ്റിൽ പഠിക്കാൻ പറ്റും. പക്ഷെ എന്നും വന്നോണ്ടിരിക്കണ്ടേ? ഇല്ല, അങ്ങനെ വീട്ടിൽ വരും. ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ബി ട്രേഡേഴ്സ് കിഡു. നമ്മൾ ഈ ആപ്പിനകത്ത് 6500 രൂപയ്ക്ക് 6 മാസത്തേക്ക് ലൈവ് ട്രേഡിംഗ് ക്ലാസ് കിട്ടും. അതുപോലെ തിയറീസ് ഇല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിനും ഫോറക്സ് മാർക്കറ്റിനും പഠിക്കാൻ പറ്റും. അല്ല, ഇദ്ദേഹത്തിന്റെ മറ്റേ ചീറ്റിയ പ്ലാൻ എന്തായിരുന്നു? ഒരു കല്യാണം കഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല 3 ഇഞ്ചിയ പ്ലാൻ.